Hello friends, welcome to the channel. Now, we will talk about a 7,000-6,000 range best air fryer. We will talk about kitchen appliances, microwave oven, air fry device. We will talk about AGARO digital air fryer. We will elegant model box. We will full unboxing. We will demo French fries. Easy to chicken, fish, that can fry the other come at you. Namka fry the oil fry cholesterol and healthy issues. Upon replacement the fry the minimal oil that oil and a particular the lane French rice second oil upon other country and the actually introduction product almost range 6.5 kg space we have around 6 kg, 6.5 kg of Sana Mancham, the PG and PG and tiny Chinese local Chinese rebranded around products some children, trimmer and some more children. The promotion actually contacted quality purpose brand channel. Fryer no model features preset cooking modes in the 360-degree air circulation technology. We have watt normally Philips in the car basics digital normal manual controller watt wattage cookies month of import May and Amazon available best buy link sales sales one of the best sites in the Param. Namkadilla, Randra, warranty normal either Masanul, number registration, extra warranty. Better warranty service account than product and search the engine the cherry products can send you Bakila products can home service and some work in the and the Korea trimmer begin almost problem. The trimmer begin in the face wife products ladies items products kitchen appliances products experience key features Philips in the range features Philips in the Philips and Philips and appliances service center place sure about cut in Philips our parts and parts value Philips induction cooker data almost coil company branded already promotion features digital fully touch control full subscribe subscribe support Instagram available page follow message option comment upload unboxing demo French fries, peri French fries.
അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബോക്സാണ്. അപ്പോൾ അഗാരോൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പരിചയപ്പെടാൻ പോകട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് അഗാരോൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. 6.5 ലിറ്ററിൻ്റെ കപ്പാസിറ്റി ചെയ്തിട്ടുണ്ട്. 2 കൊല്ലം നമുക്ക് ഇതിന് വാറണ്ടി ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ അവരുടെ 360 ഡിഗ്രി എയർ സർക്കുലേഷൻ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 12 പ്രീസെറ്റ് കുക്കിംഗ് മോഡ്സും ഉണ്ട്. അതാണ് ഈ സ്വിച്ച് കണ്ടതൊക്കെ ടച്ചാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഫുള്ളൊന്നും പരിചയപ്പെടാം. പക്ഷേ വലിയ ബോക്സാണ്, അപ്പോൾ കുറച്ച് ഫുള്ള് കാണാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ അഗാരോൻ്റെ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം. ഇത് 1800 വാട്ടിൻ്റെയാണ് കേട്ടോ. അതുപോലെ തന്നെ ലിറ്റർ നമ്മൾ പറഞ്ഞു. MRP കൊടുത്തിരിക്കുന്നത് 14,000 രൂപയാണ്. മന്ത് ഓഫ് ഇമ്പോർട്ട് വരുന്നത് മെയ് 2023 കേട്ടോ. അപ്പോൾ പുതിയ സാധനമാണ്, കഴിഞ്ഞ മാസം വന്നേക്കുന്ന ബ്രാൻഡാണ്. അപ്പോൾ ഇവിടെ അടിയിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. സ്കാൻ ഫോർ എക്സ്റ്റൻഡഡ് വാറണ്ടി രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് മസ്റ്റ് രജിസ്റ്റർ വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ടു അവൈൽ. നമുക്കൊരു 6 month എക്സ്റ്റൻഡഡ് വാറണ്ടി കിട്ടുന്നത്. അതായത് നമുക്ക് 2.5 കൊല്ലം നമുക്ക് വാറണ്ടി കിട്ടുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് www.agaroLifestyle.com ഒരു സർവീസ് ഞാൻ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫിൽ ആൻഡ് സബ്മിറ്റ് ദ ഫോം ഇഫ് യു ഫേസിങ് എനി പ്രൊഡക്റ്റ് റിലേറ്റഡ് ഇഷ്യൂവിന് കൊടുത്തിട്ടുണ്ട്. ഇതും ഈ സൈഡിൽ നമുക്ക് ആ സംഭവം തന്നെയാണ്. ഇനി നമുക്കുള്ളത് ഈ സൈഡാണ് കേട്ടോ. ഈ സൈഡിൽ നമുക്ക് എന്തായാലും അതിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേരിയബിൾ ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട്. 80 degree to 200 degree. ടച്ച് ബട്ടൺസ് ആണ് എല്ലാം. വേരിയബിൾ ടൈമർ സെറ്റിംഗ്സ് അപ് ടു 60 minutes ആണ്. മാറ്റ് ഫിനിഷ് ബോഡിയാണ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ താഴെ ഫ്രൈ മോഡ് ഉണ്ട്. ഇതിൽ റോസ്റ്റ് ചെയ്യാൻ പറ്റും, ടോസ്റ്റ് ചെയ്യാൻ പറ്റും, ഗ്രില്ല് ചെയ്യാൻ പറ്റും, ബേക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ സാധനം അൺബോക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കണ്ടൻസ് ഫുൾ ടേബിളിൽ വയ്ക്കാം. അല്ലാണ്ട് ഇതിൽ കൊള്ളില്ല. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് നിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വലിയ അക്സസറീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് അക്സസറീസ് ആയിട്ടൊന്നും പറയാനുള്ളത് ഇത് ഈ ടോങ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും പ്ലഗ് ചെയ്തെടുക്കാനുള്ള സംഭവമുള്ളല്ലോ. ഈ സംഭവം മാത്രം അക്സസറീസ് ആയിട്ടുള്ളൂ. ബാക്കി നമ്മുടെ മെയിൻ ബോർഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ടോപ്പ് നോച്ച് ബിൽഡ് ക്വാളിറ്റിയാണ്. പക്ഷേ അത്യാവശ്യം വലുതാണ് സംഭവം. നമ്മൾ വിചാരിച്ചക്കാട്ടും കുറച്ച് വലുതാണ് സാധനം. ഇതിൽ നമുക്ക് പ്ലാസ്റ്റിക് ബോഡിയും വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മെറ്റലാണ്. കണ്ടു, ഇതൊക്കെ മെറ്റലാണ്. ഇത് നമുക്ക് നോൺ സ്റ്റിക്ക് സംഭവമാണ്. ഇതിൽ നമുക്ക് ഓയിലും കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നോൺ സ്റ്റിക്സ് സാധനങ്ങളാണ്. അപ്പോൾ പുതിയതിൻ്റെ ഒരു ചെറിയ മണവും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതിന് എക്സ്ട്രാ ബട്ടനും കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ അമർത്ത് വേറെ ഒന്നും വേണ്ട. അതിൽ നമുക്ക് ഇവിടെ ടച്ച് ഡിസ്പ്ലേ ആണ് വരിക. ഇതിൽ നമുക്ക് കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ റൂമിൽ ഈ സംഭവം ഉണ്ടല്ലോ, നമുക്ക് 16 ആംപിയറിൻ്റെ പ്ലഗ് ആണ്ടോ. ഇത് നമുക്ക് ഇവിടെ എൻ്റെ കയ്യിൽ പോർട്ടില്ല. ഇവിടെ നമുക്ക് ആ കിച്ചണിലാണ് പോകേണ്ടി വരും. അപ്പോൾ കിച്ചണിൽ നമുക്ക് എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി കിച്ചണിൽ വെച്ച് കാണാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് 2 ബുക്ക്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു അഗാരോൻ്റെ റെസിപ്പി ബുക്ക്, ഒരു ഡിജിറ്റൽ എയർ ഫ്രൈൻ്റെ ഒരു ബുക്കാണ്. കണ്ടോ, ഇതിലെന്തൊക്കെയാണ് ചിക്കൻ വിങ്സ്, അതുപോലെ തന്നെ പിസ്സ, പാൻ പിസ്സ, റോസ്റ്റഡ് ബേബി പൊട്ടറ്റോ, അതുപോലെ തന്നെ റോൾസ്, ബേക്ക്ഡ് ബ്രീ, പിന്നെ കേക്ക്, സ്പൈസിൻ്റെ കുക്കി, അതുപോലെ തന്നെ പുഡിങ്സ്, അങ്ങനത്തെ 4-5 കുറച്ച് റെസിപ്പി ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ വേറെ പ്രൊഡക്ട്സുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ടോസ്റ്റ്, ഗോസ്റ്റ് ഗ്രില്ലർ, സാൻഡ്വിച്ച് മേക്കർ, നൈഫ് സെറ്റ്, സ്ലോ ജ്യൂസർ, ന്യൂട്രി ബ്ലെൻഡർ, അതുപോലെ തന്നെ കെറ്റിൽ, വാക്യൂം ക്ലീനർ, ഹാൻഡ് മസാജർ, ഇതിൻ്റെയൊക്കെ ഒരു പടം കൊടുത്തിട്ടുണ്ട് അവരുടെ അക്സസറീസിൻ്റെ. പിന്നെ നമുക്ക് വേറൊരു ബുക്കിലെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വാറണ്ടി കാർഡും, അതുപോലെ തന്നെ ഇത് നമുക്ക് 2 കൊല്ലമാണ് വാറണ്ടി വരുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 1 മാസത്തിലുള്ള രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 6 മാസം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാൻ ഓരോ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്കൊരു വാറണ്ടി കാർഡ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് മിക്ക എല്ലാ അഗാരോൻ്റെ സംഭവം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഇതിന് മുമ്പ് അഗാരോൻ്റെ ട്രിമ്മറും സംഭവങ്ങളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാറണ്ടി കാർഡ്. കണ്ടു, ചെറിയൊരു സംഭവം. പിന്നെ നമ്മുടെ യൂസർ മാനുവൽ. ഇതിൽ നമുക്ക് ഇത് എലിഗൻ്റ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതിന് വേറൊരു മോഡൽ കൂടി ഉണ്ട്. ഇതിൽ നമുക്ക് എങ്ങനെയാണ് സംഭവം ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടു, ഫസ്റ്റ് യൂസ്, അതുപോലെ തന്നെ കൺട്രോൾ പാനലിലെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് ചെറിയൊരു കുഴപ്പമുണ്ടായിരിക്കും. നമ്മുടെ ഓവനും ബ്ലാക്കായി, സാധനം ബ്ലാക്കാണ്. നമ്മുടെ അടിയിൽത്തട്ട ഗ്രാനൈറ്റും ബ്ലാക്ക് ആക്കാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പ്ലഗിലേക്ക് നല്ല കുത്തിയിട്ട് ചെറിയ വാഷിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ട് നമ്മൾ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി നോക്കാൻ പോകണം. പെരി ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് റെഡി ടു ഈറ്റ് സംഭവം ഉണ്ടല്ലോ, കുക്കിംഗ്, അത് സംഭവം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊക്കെയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇനീഷ്യൽ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കി നോക്കാം. ഞാൻ പവർ ഓൺ ചെയ്യാൻ പോകട്ടെ. അപ്പോൾ അതിന് നമുക്ക് ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പവറിൻ്റെ ബട്ടൺ. കണ്ടോ, ഇതെല്ലാം ടച്ചാണ്. കണ്ടോ, ഈ സംഭവം ടച്ച് ചെയ്തപ്പോൾ ഓൾറെഡി 180 ഡിഗ്രിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ മോഡുകളാണ്. ഇത് ഫിഷാണ്, ഇത് കേക്ക്, അതുപോലെ ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മോഡ്. ഇത് ജസ്റ്റ് അമർത്തിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. നമുക്ക് ടെമ്പറേച്ചറൊക്കെ നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടു, നമുക്ക് ടൈം മാറ്റാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡിഗ്രി കൂട്ടാം, കുറയ്ക്കാം. കണ്ടു,
അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഓൺ ആക്കിയാൽ മതി. ഇത് ഓഫ് ചെയ്യാനും സെയിം സ്വിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് ഫുൾ ഡിജിറ്റലാണ്. ഇത് ഫിസിക്കൽ ടച്ചിന് സംഭവം ഇല്ല, ഫുൾ ഡിജിറ്റലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടെമ്പറേച്ചറും ഇവിടെ ടൈമും അതിങ്ങനെ മാറി മാറി കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത് വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇനീഷ്യൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഹീറ്റിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇതിപ്പോൾ ഓട്ടോ ഓഫായി, ഓണാക്കി ഇത് അമർത്തി നമ്മൾ ഒന്നും കൂടി അമർത്തി കഴിഞ്ഞാൽ സംഭവം ഓണായി കണ്ടു. നിങ്ങൾക്കിവിടെ ഫാനിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ജസ്റ്റ് ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യണം കേട്ടോ. 20 മിനിറ്റ് ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഇനീഷ്യൽ സംഭവങ്ങൾ കൊടുത്താണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പെരി ഫ്രൈഡ് റൈസ് ഫ്രഞ്ച് ഫ്രൈസ് നമ്മളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വെക്കാം. ഞാൻ ജസ്റ്റ് പ്രീ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ അതേ സെറ്റിങ്സിലേക്ക് നമ്മൾ ഇടാൻ പാടില്ല. ഓട്ടോമാറ്റിക് നമ്മുടെ എന്താ പറയുക, അത് നമ്മൾ സാധനം പവർ ഓൺ ആയിരുന്നു കേട്ടോ. പവർ ഓണായിട്ട് വെക്കരുത്, പവർ ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ കയറ്റിയപ്പോൾ തന്നെ അത് പവർ ഓണായി ഓട്ടോമാറ്റിക്കലി. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ടച്ച് ചെയ്തു, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൊടുത്തു, ഒന്നുകൂടി പവർ ബട്ടൺ അമർത്തി സാധനം ഓണായിട്ടാണ്. അപ്പോൾ ഇനി ഒരു 20 മിനിറ്റ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തുറക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പെരി നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു എന്താ പറയുക, പെരിയുടെ പൊടി ഇട്ടുണ്ടായിരുന്നു. അതാണ് ചെറുതായിട്ട് നിങ്ങൾക്ക് കറുത്തലായിട്ട് കാണുന്നത്. അതിലൂടെ കരിഞ്ഞേക്കുന്നതല്ല, നമ്മൾ ആ പൊടി കറക്റ്റായിട്ട് ഫുള്ള് പറ്റി പിടിച്ചില്ലെങ്കിൽ അത് ഓരോ സ്ഥലത്ത് പറ്റി പിടിച്ചില്ലെങ്കിൽ അവിടെ തന്നെ കറുത്ത കളറായിരിക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇടുമ്പോൾ ഫുൾ മിക്സ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ പിന്നെ ബാക്കിയൊന്നുമില്ല, നമ്മൾ ചെറുതായിട്ടൊരു ഒലിവ് ഓയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഫുൾ അങ്ങനെ ഡ്രൈ ആവണ്ടാന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. പിന്നെ ടേസ്റ്റും കുറച്ച് കൂടുമല്ലോ. ശരിക്കും ആവശ്യമൊന്നുമില്ല, ഇത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കണ്ടോ. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ നോർമൽ പോലെ ഈ സാധനം കൂൾ ഡൗൺ ആവും. ഇതിപ്പോൾ നല്ല ഹോട്ടായിട്ടിരിക്കുന്നുണ്ടാവുക. നോർമൽ പോലെ കൂൾ ഡൗൺ ആകുമ്പോൾ ഇത് ജസ്റ്റ് ചുമ്മാ തുടച്ച് വെച്ചാൽ മതി. ഈ സംഭവം നമുക്ക് വാഷബിൾ ആണ്. ഈ സംഭവം നമുക്കത് ഡിഷ് വാഷറിലൊക്കെ വാഷ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, മൈൽഡ്. പക്ഷേ ഈ മെറ്റൽ സ്ക്രബ്ബർ കൊണ്ടൊന്നും കുറയ്ക്കരുത്, അതിൻ്റെ ആ കോട്ടിങ് പോവും. അപ്പോൾ സ്പോഞ്ച് കൊണ്ട് മാത്രം തുടയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ഒലിവ് ഓയിൽ വെച്ചിട്ടുണ്ടാകും. അത് കാരണം ചെറുതായിട്ട് നമുക്കൊന്ന് സോപ്പിട്ട് കഴുകേണ്ട വരും, സ്പോഞ്ച് വെച്ചിട്ട്. അല്ലെങ്കിൽ ശരിക്കും ആവശ്യമില്ല, വെറുതെ കഴുകിയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഹെൽത്തി, ഇതുപോലെ നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. നമ്മുടെ ഓവനിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. ചിക്കനോ ഫിഷോ ഓയിൽ ലെസ് ആയിട്ട്, അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് കിച്ചണിൽ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഈ പ്രൈസിനനുസരിച്ച് ബെസ്റ്റ് കിട്ടുന്ന സംഭവമാണ് AGARO. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.